ഇത് പ്രസന്നൻ ചേട്ടൻ. മുഹമ്മക്കാർ ചിലർക്കെങ്കിലും ഈ മുഖം സുപരിചിതമാണ്. 2012 മുതൽ ഉപജീവന മാർഗമായി ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ് പ്രസന്നൻ ചേട്ടൻ. ഭിന്നശേഷിക്കാരൻ കൂടിയായ ഇദ്ദേഹത്തിന് മുച്ചക്ര വാഹനം ലഭിച്ചതിനു ശേഷമാണ് ലോട്ടറി വിൽപ്പന രംഗത്ത് കൂടുതൽ സജീവമായത്. കഠിനമായ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴായിരുന്നു തനിക്ക് ക്യാൻസർ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. അതിനുശേഷം 6 മാസത്തിലേറെയായി ഇദ്ദേഹത്തിന് ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല. ഒരു 6 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് തുടക്കം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ക്ഷീണം, നമ്മൾ ടിക്കറ്റായിട്ട് പോകണം കൊണ്ടുള്ള ക്ഷീണം കൊണ്ടാണ്, വെയിലൊക്കെ ഉള്ളുണ്ട്. നമുക്ക് വണ്ടിയിൽ ഒരുപാട് നേരം ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ഓർത്തത്. പിന്നെ ഈ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതൊക്കെ വന്നതുകൊണ്ടും 2-3 മണിയൊക്കെ നമ്മളെ ടിക്കറ്റ് തീരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങി ഭക്ഷണമൊന്നും കടകളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കഴിവതും വീട്ടിൽ വന്ന് കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കയറി 2-3 മാസം കഴിഞ്ഞ് ഈ സംഭവം സ്ഥിരീകരിച്ചിട്ട് പിന്നെ അത് ഫുള്ളായിട്ടുള്ള ചെക്കപ്പ് എല്ലാം നടത്തി. സാധാരണ കീമോ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഡെയിലി പോയി വരാൻ സൗകര്യമുള്ളവർക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പോക്കുവരവ് ബുദ്ധിമുട്ടായത് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ആഴ്ചയിലൊന്നാക്കിയിട്ടുണ്ട്. ആഴ്ചയിൽ 48 മണിക്കൂർ ഇവിടെ അഡ്മിറ്റാക്കിക്കൊണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3 മാസമായിട്ടുണ്ട് ഈ കൈക്ക് മരവിപ്പ്. കൈ പെട്ടെന്ന് വിലക്കുറഞ്ഞു. ഞാനിപ്പോൾ മറ്റേ സ്റ്റിക്ക് ഉപയോഗിക്കുമായിരുന്നു പിടിച്ച് നടക്കാനായിട്ട്. അപ്പോൾ അത് പിടിക്കാൻ പറ്റുന്നില്ല. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ കൃത്യമായി കീമോ ചെയ്യുന്നതിനും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. കൈകൾക്ക് മരവിപ്പും അനുഭവപ്പെടുന്നതിനാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കഠിനമായ ശ്വാസതടസ്സമുള്ളതുകൊണ്ട് വീട്ടിലെ കൊച്ചുമുറിയിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. ശുചിമുറിയിൽ തെന്നി വീണതിനെ തുടർന്ന് കിടപ്പിലായ അമ്മയുടെ ചികിത്സയ്ക്കും നന്ദി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പോക്കുവരവാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടുന്ന് വണ്ടാനത്ത് പോകണമെങ്കിൽ നമുക്ക് ഒരാൾ വേണം കൂടാ. പിന്നെ വണ്ടിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവിടെ നിൽക്കണം. അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1600 രൂപയായി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പോയിട്ട് വന്നപ്പോൾ. സാമ്പത്തിക സഹായം കിട്ടിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ എവിടുന്നെങ്കിലും കുറച്ച് പൈസ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം. ആകെയുള്ള ജീവിതമാർഗം നിലച്ച അവസ്ഥയിൽ മരുന്നുകൾക്കും തുടർ ചികിത്സയ്ക്കുമായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇദ്ദേഹം. നമുക്ക് സഹായിക്കാം, കൈത്താങ്ങാകാം ഈ കുടുംബത്തിന്.